ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലില്ലാതെ. നമുക്കിത് ഇങ്ങനെ വരഞ്ഞ് സ്ക്വയറായിട്ട് ഇട്ട് നമ്മളധികം മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് മസാലയായിട്ട് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പ്, വേറൊന്നുമില്ല കേട്ടോ. നാരങ്ങാനീരങ്ങ് പിഴിയുക. കുറഞ്ഞതൊരു 15 മിനിറ്റേലും വെക്കാൻ നോക്കാം കേട്ടോ. എന്നാലും ഇതിൻ്റെ അകത്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആകാതെ വേവിച്ചെടുത്ത് ചെറിയ മസാല കിട്ടും. ഞാനിതൊന്ന് പരത്താം കേട്ടോ. ഇത് പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. ചിക്കൻ നിസ്സാര വേവല്ലേ ഉള്ളൂ. അപ്പൊ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് കുരുമുളക്, ഗരം മസാല പോലും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം കുരുമുളകാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ വറക്കുമ്പോൾ 2 കറിവേപ്പില എണ്ണയ്ക്കകത്തോട്ട് ഇട്ടാൽ കുറച്ചുകൂടെ ഫ്ലേവർ ഉണ്ടാവും. കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇട്ടെന്ന് നോക്കി. തട്ടെല്ലാം പിടിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്കൊരു അരമണിക്കൂർ വെച്ചേക്കാം. ഇത് തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാവേ. പിന്നെ പാത്രം അടുത്ത് വെച്ചു കേട്ടോ. ചൂടായി. നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കണ്ട് കറിവേപ്പില ഇതാക്കിട്ടേക്കാം. കുറച്ച് വെളുത്തുള്ളി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പുരട്ടി വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് ആയേ. അപ്പോൾ ഇത് നമുക്ക് ഒന്നിട്ട് മതിയാവട്ടെ. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ഒത്തിരി ഫുൾ തീരുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് പാൻ വെച്ച് മൂടി വെച്ചു കേട്ടോ. ഇത് കുറച്ച് വെജിറ്റബിൾ ആയിരുന്നു കേട്ടോ. ക്യാരറ്റ്, പൊട്ടറ്റോ, 2 പച്ചമുളക്, സവാള നമുക്ക് ഈ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി ഉപ്പ് കൂടി കൊടുക്കുക. ഇതേന്ന് ഇത്തിരി കുരുമുളക് ഇട്ടാൽ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വാങ്ങുമ്പോൾ ഇട്ടാലും മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് ഞാൻ പതിയെ ഒന്ന് മൂടി വെക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമയം പറ്റുമ്പോഴത്തേന് ആയിക്കോളും. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് മറിച്ചൊക്കെ വെക്കണം കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കുവാണേ. ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പച്ചക്കറി ആയതാണ്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയേക്കാം. അല്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോവേ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. കറിവേപ്പിൻ്റെ തണ്ട് മൂടി വയ്ക്കാം കേട്ടോ. ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി ആയതാണ്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയേക്കാം. അല്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോവേ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി.
ഞാൻ തിരിച്ചും മറിച്ചോട്ട് ഇട്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇതായേ, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ മൂടി വെക്കുകയായിരുന്നു, അപ്പം ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ചിക്കൻ റെഡിയായേ. നമുക്കിനി ഇതൊന്ന് കഴിച്ചു വെക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒത്തിരി മസാലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളൂ. കഴിച്ചു നോക്കാം. നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റ് കേട്ടോ. വേറെ ഫ്ലേവറിന് വേണ്ടി ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ വെജിറ്റബിള് മറിച്ചിടുന്ന സമയമായപ്പോഴത്തേനും ഇത് വെന്തായിരുന്നു. ഇതിൻ്റെ അകത്ത് ഉപ്പും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നനത്തു പോകും, പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഇത് ഞാൻ വാങ്ങിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കും. നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണ്ടേ ഇത്. അതിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അത് വരുമ്പോൾ മക്കളെല്ലാം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഓവർ മസാലകളുടെ കുത്തലൊന്നും ഇല്ലാതെ ഫ്രഷ് ഫീലാണ് ഇത് കഴിക്കും. ഞാനിത് കഴിക്കാൻ പോട്ടോ. ഒരാളുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിത് കഴിക്കാൻ പോട്ടോ. കറണ്ട് പോയേ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.